ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണം പ്രമാണിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകും. കുറച്ച് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, വീട്ടിലേക്കൊരു ടി വി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ കൂടെ സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്ന ഒരു ഫാനും കൂടി വാങ്ങിക്കണം. അതിന് ഞാനും ചേട്ടൻ്റെ അമ്മയും അനിയനും കൂടിയാണ് കേട്ടോ പോണത്. വീട്ടിലെ ടി വി ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓണം പ്രമാണിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോണതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കാറിൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു വീലിൻ്റെത്. അങ്ങനെ എയർ കുറവുണ്ടായിരുന്നു, അതൊക്കെ ചെക്ക് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ കല്ലമ്പലത്തോട്ട് വിട്ടു. അവിടുന്ന് രാജകുമാരെ കയറിയിട്ട് കുറേ നോക്കി. ചേട്ടനീനും കൂടെ രണ്ടുപേരും മാറി തിരിഞ്ഞ് കുറേ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയും നേരെ മിക്സി, ഫ്രിഡ്ജ് അതിൻ്റെ സെക്ഷനിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഞങ്ങൾ അതിൽ വായി നോക്കുന്നുണ്ടായിരുന്നു. ചേട്ടനോ അനിയനും അവിടെ കറക്റ്റ് കാര്യങ്ങൾ നോക്കാൻ വന്നത് എന്താണോ അവരത് നോക്കുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വേറെ രീതി ഓരോന്ന് നോക്കുന്നു. അമ്മ തയ്യൽ മെഷീൻ്റെ അടുത്തോട്ട് പോകുന്നു, ഞാൻ AC എടുത്ത് പോകുന്നു. പിന്നെ ഒരുമിച്ച് ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഓൾറെഡി ഞങ്ങൾ വീട് വെച്ച് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കുടുംബ വീട്ടിലേക്കാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പം വീട് കല്യാണം കഴിഞ്ഞ് എന്നെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായതുകൊണ്ട് ചേട്ടൻ്റെ ഇഷ്ടപ്രകാരം എല്ലാം വാങ്ങിച്ചതുകൊണ്ട് എനിക്കതിൽ ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നോർത്ത് കഴിഞ്ഞാൽ ചേട്ടൻ ഒറ്റയ്ക്ക് പോയി എല്ലാം വാങ്ങിയത് തന്നെ അന്ന് നന്നായി, ഇത് കല്യാണത്തിന് മുന്നേ വാങ്ങിയത്. കാരണം എനിക്കതിടുമ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെടില്ല. ഇപ്പം തന്നെ ടി വിയുടെ കാര്യം ചേട്ടനും അനിയനും തമ്മിൽ തർക്കങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് കാര്യത്തിനായാലും ഞങ്ങൾ തമ്മിൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ വഴക്ക് വരും. പക്ഷെ അത് നേരത്തെ ചെയ്ത് എന്തുകൊണ്ട് നന്നായിരുന്നു ഞാനിപ്പം വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം AC-യുടെ റേറ്റും ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രം, വേറെ ആരുമല്ല കേട്ടോ. പിന്നെ അതൊക്കെ ടി വിയൊക്കെ എടുത്തു. എന്തിൻ്റെ ടി വി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇമ്പെക്സ് ആണെന്ന് തോന്നുന്നു. ഇമ്പെക്സിൻ്റെ ഒരു ടി വി എടുത്ത് പിന്നെ ഓണം പെമ്പറൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഞങ്ങൾ നേരെ ബില്ലൊക്കെ ചെയ്തു പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് നേരെ ടെക്സ്റ്റൈൽസിലോട്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഒരിടത്ത് പോയി അവിടെ അച്ചാമ്മയ്ക്ക് മാക്സിം പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി. അവിടെ തന്നെ അനിയത്തേക്ക് ഓണക്കൂടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ ഒരു സെലക്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് മാറി വേറെ എവിടെ നിന്നുണ്ടെങ്കിലും പോയി വാങ്ങിക്കാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവൾ പറഞ്ഞു തന്ന അളവിനൊക്കെയാണ് ഡ്രസ്സ് എടുത്തത്. എനിക്കിഷ്ടമായ ഡ്രസ്സ് ഞാൻ എടുത്തു. പക്ഷേ നമ്മൾ ചൂസ് ചെയ്ത് അളവ് പറഞ്ഞെടുക്കുമ്പോഴത്തേന് ചിലപ്പം ടൈറ്റ് ആവുമായിരിക്കാം, ചിലപ്പോൾ അത് ഒരുപാട് ലൂസ് ആവുമായിരിക്കാം. പക്ഷെ എനിക്കിഷ്ടമായത് അവൾക്ക് അനിയത്തിക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഞാനല്ല ചെയ്യുന്നത്, അനിയനാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിഷ്ടമായത് വാങ്ങിക്കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ ഇഷ്ടത്തിന് അവൻ്റെയും കൂടെ അവനും ഓക്കെ ആണോ, അവൻ്റെ ഭാര്യയ്ക്കല്ലേ വാങ്ങിക്കണം, അവനും കൂടെ ഓക്കെ ആണോ എന്ന രീതിയിൽ നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ഇത്ര നേരം കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ ഞാൻ കയറിയിട്ടില്ല. എന്തോ പേര് എനിക്ക് ഓർമ്മയില്ല, കല്ലമ്പലാണ് കേട്ടോ ഇത്. നല്ല ഉള്ളോട്ട് കയറിപ്പോൾ ഒരുപാട് സ്പേസ്, അതുപോലെ ചൂടുമായിരുന്നു, കുറേ വാരിയിട്ടു. പിന്നൊരു കാര്യം, ഇവിടെ വലിയ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കയറിയിട്ട് വലിയ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ ഡ്രസ്സ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരിട്ടതിൽ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എടുത്തത്. വലിയ കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഉണ്ടായിരുന്നില്ല. ഓണക്കോടിയായിട്ട് അവൾക്ക് എടുത്തത് ജീൻസും ക്രോപ്പ് ടോപ്പും ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിനുള്ള കളക്ഷൻസ് ഒന്നും തീരെ ഇല്ലായിരുന്നു. അതിന് വല്ല സ്റ്റുഡിയോ ട്രെൻഡ്സ് അങ്ങനെയുള്ള അടുത്ത് പോകണം. പക്ഷേ ഇവിടെ അതില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ അത് വാങ്ങി, അവിടെ ഉള്ളത് വാങ്ങി. പിന്നെ നേരെ ബേക്കറിയിൽ പോയി അവിടുന്ന് പപ്സും ലൈമും ഷാർജയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.